So, good evening, sorry, good afternoon all. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. സോ നമ്മൾ AI ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വെബിനാർ വെച്ചിരിക്കുന്നത്. സോ ആദ്യം തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നത് TBARC-ആണ്, ട്രോപ്പിക്കൽ ബയോഡൈവേഴ്സിറ്റി ആക്ഷൻ ആൻഡ് റിസർച്ച് സെന്റർ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ സയൻസിലുള്ള റിസർച്ചിനെ കോമൺ ആയിട്ടുള്ള ഒരു പബ്ലിക് സ്പേസിലേക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഹാർനസിങ് AI ഫോർ എ റെസിലിയന്റ് എർത്ത് എന്നുള്ളത്. കാരണം ഇപ്പൊ എല്ലാ ഫീൽഡുകളിലും AI യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. കാരണം AI യൂസ് ചെയ്യുന്നത് കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്, അറ്റ് ദ സെയിം ടൈം AI കൊണ്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം സംവദിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ജിഷ്ണ എം ആണ്. ജിഷ്ണ ആക്ച്വലി ഒരു AI എഞ്ചിനീയർ ആണ്. ആള് കെമിസ്ട്രിയിൽ PG കഴിഞ്ഞതിന് ശേഷം ഡാറ്റാ സയൻസ് പഠിച്ചിട്ട് ഇപ്പോൾ AI-ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആള് നമുക്ക് കിട്ടിയ ഒരു അടിപൊളി റിസോഴ്സ് ആണ്. ആളെ AI വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആൾക്ക് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഫീൽഡിൽ AI യൂസ് ചെയ്യുന്നു, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പം സമയം അധികം കളയാതെ നമുക്ക് വെബിനാറിലേക്ക് കടക്കാം. അപ്പോ വെബിനാർ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് ഞാൻ ജിഷ്ണയെ സ്വാഗതം ചെയ്യാണ്. സോ ലെറ്റ്സ് ഹാവ് ദ ഡിസ്കഷൻ ഫസ്റ്റ്. താങ്ക്സ് ഏഞ്ചൽ, താങ്ക്സ് ഫോർ ദ ഇൻട്രോ. അപ്പോ എന്റെ സ്ക്രീൻ ഇപ്പോഴും ഷെയറിംഗ് ആണ്, വിസിബിൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോ ഞാൻ ഇംഗ്ലീഷിലാണ് പ്രസന്റേഷൻ ഉണ്ടാക്കിയത്. മാത്രമല്ല വലിയ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും ഇല്ല. അഥവാ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ എന്താ പറയാ, ഞാനൊരു ലെക്ചർ എടുക്കുന്ന പോലെ അല്ല ഉദ്ദേശിച്ചത്. യു ക്യാൻ ബി ഇന്ററാക്റ്റീവ്. എവിടെ അത് ഇന്ററാക്ട് ചെയ്യുന്നോണ്ട് എനിക്ക് പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു PPT ആയാലും ഞാൻ ഷെയർ ചെയ്യാം, മതി ഏഞ്ചലിന്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതിൽ കുറച്ച് ലിങ്ക്സ് ഉണ്ട്, അഥവാ നിങ്ങൾക്ക് ഇത് വീണ്ടും നോക്കാനാണെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ലെ. അപ്പോ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻസ് എന്താണെന്നോ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ടി വരും എന്ന് തോന്നുന്നില്ല. ഇവിടെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില് വേറൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമുണ്ടോ? ഹൗ ഇസ് ദ ഓഡിയൻസ്? ഒരു തംസ് അപ്പ് തരാമോ ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ആ ഒരു AI ഇപ്പൊ ഈ ഒരു ഇതില് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, AI എന്തുകൊണ്ട് നമുക്ക് ഒരു റെസിലിയന്റ് എർത്ത്, അതായത് ഒരു എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ നേരിടാൻ പറ്റുന്ന, അതാണല്ലോ റെസിലിയന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനൊക്കെ നേരിടാൻ പറ്റുന്ന ഒരു ഭൂമിയാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഈ ഭൂമിയിൽ ഇപ്പോ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ്, എക്സ്ട്രീം ക്ലൈമറ്റ് ചേഞ്ചസ്, ഡിസാസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും നമുക്ക് ഈ നാളെയും ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ജനറേഷനിൽ ഒക്കെ അടുത്തൊരു ജനറേഷൻ ഈ ഭൂമി ബാക്കി ഉണ്ടാവുക എന്നൊക്കെ ഉള്ള തരത്തിലുള്ള അത്രയും ലെവലില് കൺസേൺസ് ഒരു ഗ്ലോബൽ ലെവലിൽ വരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ നമ്മളുടെ ആസ് എ ഹ്യൂമൻ സ്പീഷ്യസിന്റെ എക്സിസ്റ്റൻസ് തന്നെ ക്വസ്റ്റ്യനബിൾ ആയി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോ വന്നിരിക്കുന്ന ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബൂം. ഒരു പക്ഷേ അത് പബ്ലിക് ആയിട്ടുള്ള സാധാരണ ജനങ്ങളിലേക്ക് എത്തിയത് 2023 ChatGPT-യുടെ ഒരു എന്താ പറയാ, ChatGPT പബ്ലിക്കിന് അവൈലബിൾ ആയപ്പോ തൊട്ടായിരിക്കാം. പക്ഷെ ശരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റ് 1950s തുടങ്ങി. അതായത് അന്ന് മെഷീൻ ലേണിംഗ്, ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അതിന്റെ 90s തന്നെ വളരെ നന്നായി ഡെവലപ്മെന്റ് നടന്നിരുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു ബൂം വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പൊ ഇതില് എന്തൊക്കെ ടൂൾസ് ആണുള്ളത്? നമുക്ക് ഇങ്ങനെ വലിയ ക്ലൈമറ്റ് ചേഞ്ച്, ഞാൻ മാത്രം വിചാരിച്ച ക്ലൈമറ്റ് ചേഞ്ചും പ്രശ്നങ്ങളും തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ച ഗ്ലോബൽ വാർമിങ്ങും ഡീഫോറസ്റ്റേഷനും ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് നല്ലൊരു നാളെ വേണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള ഇതില് നമ്മൾ എങ്ങനെ AI നമുക്ക് യൂസ് ചെയ്യാം? അത് കൂടാണ്ട് ആസ് എ നേഷൻ, ആസ് എ കൺട്രി, ഹൗ ഇന്ത്യ ഈസ് യൂസിങ് ഓർ ഇന്ത്യ ക്യാൻ യൂസ്
അതുപോലെ മറ്റുള്ള കൺട്രീസ് ആയാലും എങ്ങനെയൊക്കെ യൂസ് ചെയ്യും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇത് നിങ്ങൾക്ക് ആസ് എ സിറ്റിസൺ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീങ് ഹൗ യു ക്യാൻ കോൺട്രിബ്യൂട്ട് ദിസ് എന്നുള്ളതും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നെ പറയാനായിട്ടിട്ട് AI എല്ലാം നല്ലത് മാത്രമാണ് എന്നുള്ള തരത്തിലുമല്ല ഞാൻ പോകുന്നത്. AI ഹാസ് ഇറ്റ്സ് ഓൺ ഡിമെറിറ്റ്സ്. അപ്പൊ എന്ത് സാധനമായാലും നമ്മൾ ജുഡീഷ്യലി യൂസ് ചെയ്യണം അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട്. ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്നതും ഈ ഹ്യൂമൻലി അൺസോൾവബിൾ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ, അതായത് നമ്മളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ചുമ്മാ നമ്മളിപ്പോ കണക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്താൽ പറ്റാത്ത കണക്കുകൾ നമ്മൾ കാൽക്കുലേറ്ററിൽ കുറച്ചുകൂടെ വലുതാണെങ്കിൽ ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഹൗ AI ക്യാൻ ഹെൽപ്പ് ടു ഹാൻഡിൽ ഒരുപാട് ഡാറ്റ ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു മനുഷ്യനിരുന്ന് വായിച്ചു തീർക്കാനോ സോൾവ് ചെയ്ത് തീർക്കാനോ പറ്റാത്ത അത്രയും. അപ്പൊ അതൊക്കെ എങ്ങനെ AI ഹെൽപ്പ് ചെയ്യുന്നു ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ വന്നതിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞു, ഈ ഡേറ്റ തന്നെയാണ്. അതായത് അത്രയും അധികം ഡേറ്റാസ് ഇവിടെ വരുന്നുണ്ട് ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ സംബന്ധിച്ച്. അത് വെതർ ഡേറ്റ ആയിരിക്കാം, സാറ്റലൈറ്റ്സ്, നമുക്ക് സാറ്റലൈറ്റ്സ് ഒരുപാട് സാറ്റലൈറ്റ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഗൂഗിൾ മാപ്പും അങ്ങനെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡാറ്റ, അത് ഓഷ്യൻ ഡേറ്റ ആവാം, വെതർ ഡാറ്റ അല്ല ഓഷ്യൻ ഡാറ്റ, ഓഷ്യൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡേറ്റയും വെച്ചിട്ട് തന്നെ നമ്മൾ പലപ്പോഴും ഒരു ഡാറ്റ മാത്രം വെച്ച് ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മുടെ പ്രഡിക്ഷൻസ് ശരിയാവാറില്ല. അപ്പൊ ആ ഒരു ഡാറ്റാസ് കമ്പൈൻ ചെയ്ത് അതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല വേരിയബിൾസും ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഹ്യൂമൻ മാനുവലി പ്രോസസ് ചെയ്യുന്നതിന് പകരം AI തന്നെ അത് പ്രോസസ് ചെയ്ത് പലതിനെയും ഇന്റർകണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ പറയാറില്ലേ ഇപ്പൊ ഒരു വെതർ ഫോർകാസ്റ്റില് ഇന്ന് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ മിക്കവാറും മഴ പെയ്യില്ല, അന്ന് അങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ പ്രവചനം. കാരണം നമ്മൾ ആ എത്രയൊക്കെ ട്രഡീഷണൽ രീതിയിൽ ട്രൈ ചെയ്തിട്ട് നമുക്ക് വിചാരിച്ചൊരു ആക്യുറസി എത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പൊ AI കൂടെ വന്നപ്പോ എന്ത് പറ്റി, നമ്മള് ഇപ്പൊ നമുക്ക് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ മഴ പെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ 90% പ്രോബബിലിറ്റി ഉണ്ട് മഴ പെയ്യാന്ന് വെച്ചാൽ മിക്കവാറും ആ പറഞ്ഞ സമയത്തിന് ഏകദേശം മഴ പെയ്യും. അതിന് ആ ഒരു ഗൂഗിൾ വെതറിലൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത് അത്യാവശ്യം ആക്യുറേറ്റ് തന്നെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻവോൾവ് ആയത് അല്ലെങ്കിൽ അതിൽ ആ ഒരു ആക്യുറസി എത്തിയത് ഈ AI യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്, ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതില് നമുക്ക് മാത്രം ചെയ്തപ്പോ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിലെ ഹ്യൂമൻ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഹ്യൂമൻ മാനുവലി അനലൈസ് ചെയ്ത് മാത്രം ചെയ്തപ്പോ ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങൾ, അത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഞാൻ ഈ വെതർ പ്രൊഡക്ഷൻ എല്ലാവർക്കും പരിചിതമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മളൊക്കെ ഒരു ലോവർ പ്രൈമറി ക്ലാസ്സസ് പഠിക്കുമ്പോൾ തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഈ ഗ്ലോബൽ വാർമിംഗ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഐസ് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഹിമാലയം ഉരുകി വരും, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് ഫ്ലഡഡ് ആകും, പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥകൾ വരും. അങ്ങനെ അതിന്റെ പല എഫക്ട്സും നമ്മൾ അത്രയും ചെറുപ്പം മുതൽ പഠിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളും ചോദിച്ചിട്ടുണ്ടാകും, ഇതിപ്പോ ഞാൻ വിചാരിച്ച സോൾവ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഒരു വലിയ പ്രോബ്ലം അല്ലേ, ഇനിയിപ്പോ ഇത് ആ ഒരു ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ വേറെ അങ്ങനെ ആരെങ്കിലും ഒക്കെ തലപ്പത്തിരിക്കുന്ന ആള് വിചാരിച്ചാൽ മാത്രമല്ലേ സോൾവ് ചെയ്യാൻ പറ്റൂ, ഇനി അവര് വിചാരിച്ചാൽ പോലും സോൾവ് ചെയ്യാൻ പറ്റുമോ, ആൾക്കാരോട് ഇപ്പൊ അത് കത്തിക്കരുതെന്ന് പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമ്മൾ പലതരത്തിലും ആലോചിച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്ലോബൽ വാർമിംഗ് ആവരുതെന്ന് മാത്രമല്ല അതിനെ റിവേഴ്സും ചെയ്യണം. അതാണ് റിവേഴ്സിങ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ അതിനെന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അതിന് AI വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പല സ്ഥലങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല സ്ഥലം എന്ന് വെച്ചാൽ ഡിഫറെന്റ് കൺട്രീസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാര്യങ്ങളാണ്. ഒന്ന് എമിഷൻ റിഡക്ഷൻ. കാർബൺ എമിഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് കാർബൺ ഡയോക്സൈഡിന്റെ എമിഷൻസ് ഒരു അല്ലെങ്കിൽ അവിടുത്തെ മേജർ കോൺട്രിബ്യൂട്ടർ കാർബൺ ഡയോക്സൈഡ് ആണ്. അത് മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് കുറച്ചിട്ട് നമ്മൾ മാക്സിമം എമിഷൻസ് കുറയ്ക്കുമ്പോൾ അത് കാരണം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത് തടയുന്നു. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാണ്ട് അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എന്നിട്ട് അപ്പൊ കാർബൺ എമിഷൻ കുറയ്ക്കാൻ അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സ്മാർട്ട് ഗ്രിഡ്സ് യൂസ് ചെയ്തിട്ട് എത്രത്തോളം സോളാർ എനർജിയുടെ ഡിമാൻഡ് അല്ലെങ്കിൽ വിൻഡ് എനർജി, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ ഡിമാൻഡ്സ് ഓരോരോ സ്ഥലങ്ങളിലും വരും. അതുപോലെ തന്നെ സാറ്റലൈറ്റിന്റെ ഡാറ്റ ഉപയോഗിച്ച് ഇപ്പൊ ശരിക്കും ഓരോരോ കമ്പനീസിനും, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഇൻഡസ്ട്രീസിലെ
ഒരു റൂൾ ഉണ്ട്, ഇത്ര എമിഷൻസേ പാടുള്ളൂ, അതും ഇന്ന രീതിയിലായിരിക്കണം എമിഷൻസ്, അവർ ഇന്ന പ്രോസസ് ഒക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയൊക്കെ റൂൾ ഉണ്ടെങ്കിലും അവർ ആക്ച്വലി അത് ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യുന്നത് പണ്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് സാറ്റലൈറ്റ് ഡേറ്റ വെച്ച് അത് ഓട്ടോമാറ്റിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് അനലൈസ് ചെയ്തിട്ട് നമുക്ക് വളരെ പ്രോപ്പർ ആയിട്ട് ആരൊക്കെയാണ് അവിടെ എന്താ പറയുക റൂൾസ് വയലേറ്റ് ചെയ്യുന്നത്, അപ്പൊ അവിടെ റെഗുലേഷൻ കൊണ്ടുവരാൻ കുറച്ചുകൂടി ഈസിയായി. മറ്റത് സാറ്റലൈറ്റ് ഡാറ്റ ഒരു മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോ ഒരു എക്സ്പേർട്ടിനെ അതിന് വച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് എവിടെ എപ്പോൾ സംഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അത് റിയൽ ടൈം ആയിരിക്കും. റിയൽ ടൈം പോയിട്ട് നിയർ ഫ്യൂച്ചർ ടൈമിംഗ് പോലും ആയിരിക്കില്ല. അപ്പോഴത്തേക്കും ചിലപ്പോൾ കുറെ ടൈം എടുക്കും, നമുക്ക് അവിടെ പ്രോപ്പർ ആക്ഷൻസ് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഓൾറെഡി നമ്മൾ ഒരു ഗ്ലോബൽ ലെവലത്തെ മെട്രിക്സ് ആണ് ഞാൻ ഇവിടെ 20-30% കൊടുത്തത്. ഓൾറെഡി ഇപ്പൊ ഒരു ഗ്ലോബൽ ലെവലിൽ ഒരു 20-30% റിഡക്ഷൻസ് അച്ചീവ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. AI വെച്ച് യൂസ് ചെയ്തിട്ട് മാത്രമുള്ള കാര്യമായിട്ടോ പറയുന്നത്. പിന്നെ ലോ കാർബൺ സപ്ലൈ ചെയിൻസ്, ലോജിസ്റ്റിക്സിനും മാനുഫാക്ചറിങ്ങിനും. അതായത് നമ്മൾ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഒരു പ്രോസസ്സ് തന്നെ ഇപ്പൊ ഒരു ടീഷർട്ട് ഉണ്ടാക്കുന്നത് പലതരത്തിലും ഉണ്ടാക്കാം. അതായത് ഒരു ലാസ്റ്റ് ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പല പാത്വേസ് ഉണ്ട്. അതിൽ ഏറ്റവും ലോ കാർബൺ ആയിട്ടുള്ള പാത്വേസ്, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻസിലായാലും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും, അപ്പൊ അതിലെല്ലാം നമ്മൾ മാക്സിമം എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളത്, അതാണ് ഈ എമിഷൻ റിഡക്ഷൻസിൽ AI വെച്ചിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ കാർബൺ ക്യാപ്ചർ എൻഹാൻസ്മെന്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഈ ഒരു കാര്യം, സാറ്റലൈറ്റ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാർബൺ എമിഷൻസ് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ക്യാപ്ചർ ചെയ്യാൻ പോലും പണ്ടായാലും സാറ്റലൈറ്റ്സ് അങ്ങനെയാണെങ്കിൽ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് ആക്യുറസിയിൽ സാറ്റലൈറ്റ്സിന് ഡാറ്റ ക്യാപ്ചർ ചെയ്യാനും സെൻസേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ക്യാപ്ചർ ചെയ്താൽ തന്നെ അത് പ്രോസസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആ രണ്ട് ഇംപ്രൂവ്മെന്റ്സും AI കൊണ്ടുവന്നു. അതായത് ഡയറക്റ്റ് തന്നെ എയർ ക്യാപ്ചർ ചെയ്തിട്ട് അതിലുള്ള ഓരോരോ മെറ്റീരിയൽസ്, എസ്പെഷ്യലി കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന, അതായത് കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വളരെ ഹാർംഫുൾ ആയ പല കാര്യങ്ങളും ഒരിക്കലും ഡയറക്ട്ലി വിടരുതെന്ന് പോലും റൂളുള്ള കാര്യങ്ങൾ ശരി പല മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഇൻഡസ്ട്രീസും ചെയ്യുമായിരുന്നു. അത് പക്ഷെ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാനോ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ആക്ച്വലി ഇത് UN-ന്റെ ടാർഗറ്റ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 5-10% എന്താ പറയാ ഗ്ലോബൽ ടാർഗറ്റ്, അത് CO2 ഇതില് റിമൂവലില് അച്ചീവ് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്യാപ്ചർ എൻഹാൻസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം എന്നുള്ള ഒരു ഇതില്. അപ്പൊ ഓൾറെഡി അതിനുള്ള എഫേർട്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ നമുക്ക് കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ഉണ്ടാവാണ്ടിരിക്കാനുള്ള ആക്ഷൻസ് എടുക്കാനോ നമുക്ക് പറ്റും. അതാണ് അവിടെ ക്യാപ്ചർ എൻഹാൻസ്മെന്റ് കൊണ്ട് സംഭവിക്കുന്നത്. പിന്നെ റിസ്റ്റോറേഷൻ എഫേർട്ട് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എന്താ പറയാ കൂടുതൽ പ്ലാന്റ്സ് വെച്ചുപിടിപ്പിക്കുക അല്ലെങ്കിൽ അഫോറസ്റ്റേഷൻ, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ AI എന്തുകൊണ്ട് സഹായിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തെഴുതിയത്. എവിടെ ചെയ്യാം, എങ്ങനെ, എല്ലാം ഉണ്ട്. അത് കൂടാണ്ട് ഏറ്റവും ഡയറക്റ്റ് ഇമ്പാക്ട് വരുന്നത് AI ഗൈഡഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ. അത് നമ്മളൊരു സാധാരണ മനുഷ്യൻ ഒരു സീഡ് പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടും 100 ടൈംസ് ഫാസ്റ്റർ ആയിട്ട് ഒരു ഡീഫോറസ്റ്റഡ് ഏരിയയിൽ അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. അത് പ്ലാൻ ചെയ്യുക മാത്രമല്ല, അപ്പൊ നമ്മള് അവിടെ പ്ലാന്റ് ഇതാക്കിയിട്ട് അവിടെ തന്നെ ഇത് ആരും പ്രശ്നം ഉണ്ടാക്കണില്ലല്ലോ, വീണ്ടും വന്ന് ഇതാക്കണില്ലല്ലോ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. ദാറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ. ബട്ട് ദ ഡ്രോൺ ക്യാൻ മോണിറ്റർ. അപ്പൊ അതിന് വേണ്ടി 24/7 മോണിറ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഡ്രോൺ തന്നെ വേണമെന്നില്ല, ശരിക്കും നമുക്ക് സാറ്റലൈറ്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഏരിയയിൽ സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്ത് അതിന്റെ ഇമേജസ് നമുക്ക് കിട്ടണം എന്നുള്ള തരത്തിലാക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു റീഫോറസ്റ്റേഷൻ എഫേർട്ട് പ്രോപ്പറായിട്ട് മോണിറ്ററും കൂടെ ചെയ്യുമ്പോൾ, ഒന്ന് ഓൾറെഡി സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു, അത് കൂടാണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളുടെ എഫേർട്ട് കംപ്ലീറ്റ്ലി ഒരു സക്സസിലേക്ക് വരുന്നു എന്നുള്ളതിന് മോണിറ്ററും കൂടെ ചെയ്യാൻ പറ്റുമ്പോൾ എന്തുണ്ടാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഫേർട്സിന് ഒരു കംപ്ലീറ്റ് എഫക്റ്റും വരികയാണ്. നമ്മൾ പല റീഫോറസ്റ്റേഷൻ എഫേർട്ടും പ്രോപ്പർ മോണിറ്ററിംഗ് ഇല്ലാണ്ട് ഒരു പാതി എത്തുമ്പോൾ എന്താ പറയാ, ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ ഒരു ഇപ്പൊ 100 പ്ലാന്റ്സ് നട്ടിട്ട് അതിൽ ചിലപ്പോൾ ഒരു 10 ആക്ച്വലി പിടിച്ചു വരുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പൊ അതിലൊക്കെ ഒരു വളരെ വലിയൊരു പരിധി വരെ AI യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള AIയുടെ ഹെൽപ്പ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്റെ സ്പീഡ് കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഓക്കെ ആണ് മാം.
ഓക്കെ ഓക്കെ. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോ അടുത്തൊരു ഇതിനെ കുറിച്ച് പറയുമ്പോൾ പ്രിസിഷൻ അഗ്രികൾച്ചർ, അതായത് പ്രിസിഷൻ അഗ്രികൾച്ചറൽ ആൻഡ് വാട്ടർ മാനേജ്മെന്റ്, ഇത് രണ്ടും ഞാൻ ഒന്നിച്ച് ഉൾപ്പെടുത്താൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ് ഒബ്വിയസ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് വാട്ടർ മെയിൻ ആയിട്ടും യൂസ് വരുന്ന ഒരു ഏരിയ ആണ് അഗ്രികൾച്ചർ. അപ്പൊ അങ്ങനെയുള്ള അഗ്രികൾച്ചറിൽ നമ്മൾ പ്രിസിഷൻ അഗ്രികൾച്ചർ എന്നുള്ളത് ഇന്ത്യയിൽ ഓൾറെഡി ഇപ്പോ എന്താ പറയാ ഒരു ട്രൈ ചെയ്ത് ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ എന്താ കോസ്റ്റും നമുക്ക് ഏറ്റവും മിനിമൽ ആക്കാൻ പറ്റും, നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് മാത്രമല്ല അവിടെ ശരിക്കും നാച്ചുറൽ റിസോഴ്സസ് മാക്സിമം പ്രിസർവ് ചെയ്തിട്ടാണ് അഗ്രികൾച്ചർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് യു ആർ കോൺട്രിബ്യൂട്ടിങ് ടു എ ലാർജർ ഗോൾ ഓൾസോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അതായത് AI കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ഈ ഒരു ചെടിക്ക് എത്ര വെള്ളം വേണം, അത് എത്ര ml വേണം എന്ന് തന്നെ, അല്ലെങ്കിൽ അത് എത്രത്തോളം വാട്ടറിങ് വേണം, അത് മാനുവൽ ആയിട്ട് ചെയ്യാണ്ട് തന്നെ AI ഓട്ടോമാറ്റിക്കലി ആ ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വാട്ടർ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ചില ആപ്പുകൾ വഴി നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന തരത്തിലാക്കാം. അങ്ങനെ പല തരത്തിൽ ഓൾറെഡി അത് എക്സിസ്റ്റിംഗ് ആണ് ഇന്ത്യയിൽ തന്നെ. അപ്പോ ഇന്ത്യയില് ഒരു എത്രയൊക്കെ പുരോഗതി നമ്മൾ വെച്ചെന്ന് പറഞ്ഞാലും വളരെ എന്താ പറയുക മോർ ദാൻ 60% ഫാമേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഇപ്പോഴും, ഈവൻ ഇൻ ദിസ് 21st century. അപ്പൊ ഈ ഒരു ടെക്നോളജിക്കൽ ഹെൽപ്പ് നമ്മൾ പ്രിസിഷൻ അഗ്രികൾച്ചർ ആൻഡ് അത് വഴിയുള്ള വാട്ടർ മാനേജ്മെന്റിൽ യൂസ് ചെയ്യുമ്പോൾ വി ക്യാൻ സേവ് എ ലോട്ട് ഓഫ് വാട്ടർ. വാട്ടർ ആയിരിക്കും അടുത്തൊരു നൂറ്റാണ്ടിന്റെ ഏറ്റവും, അതായത് ഇന്നിപ്പോ നമ്മള് എന്താ പറയാ പെട്രോള്, ഡീസൽ അല്ലെങ്കിൽ ഈവൻ ഗോൾഡിന് ഒക്കെ വരെ ഈക്വലന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിലും കൂടുതലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയി മാറും ഫ്രഷ് വാട്ടർ എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. കാരണം ഫ്രഷ് വാട്ടർ ഇസ് വെരി ലിമിറ്റഡ്. ശരിയാണ്, നമുക്ക് ചുറ്റും എന്താ പറയാ മോർ ദാൻ 70% ഇറ്റ് ഇസ് സീ, ബട്ട് ദാറ്റ് ഇസ് നോട്ട് യൂസബിൾ വാട്ടർ. അപ്പൊ ഫ്രഷ് വാട്ടർ അത്രയും കുറയാൻ സാധ്യതയുള്ള കാര്യമായതുകൊണ്ട് തന്നെ ആ വാട്ടറിനെ മാക്സിമം സേവ് ചെയ്യുക എന്നുള്ളതാണ് പ്രിസിഷൻ അഗ്രികൾച്ചറിലും വാട്ടർ മാനേജ്മെന്റിലും ഉദ്ദേശിക്കുന്നത്. ഇവിടെ വാട്ടർ വേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് ക്രോപ്പിന്റെ ഈൽഡ് കുറയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് സാധാരണ കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഈൽഡ് ആയിരിക്കും എപ്പോഴും കിട്ടുക. അതായത് ഇത് മാക്സിമം എത്രത്തോളം ഈൽഡ് ഈ ഒരു സോയിലിൽ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സസ്റ്റൈനബിൾ ഫാമിംഗ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോഴും, അതായത് ഇപ്പോ പണ്ടൊക്കെ പ്രത്യേകിച്ചും ഇപ്പോഴും പലയിടത്തും ചെയ്യുന്നുണ്ടാവാം, അതായത് നമ്മളൊരു സ്ഥലത്ത് ഒരേ ഒരു ക്രോപ്പ് ഫാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂട്രിയൻസ് ഡിപ്ലീറ്റ് ആയി പോകും, പിന്നെ അവിടെ ഫാമിങ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും മറ്റതുമെല്ലാം ഉപയോഗിച്ച് ആ സോയിലിനെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വരാം. ഇതൊന്നും അല്ലാണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സോയിലിനെയും വാട്ടർ റിസോഴ്സിനെയും നേച്ചറിനെ മനസ്സിൽ വെച്ചുകൊണ്ട്, അതായത് എനിക്ക് ഒരു 5 വർഷത്തേക്ക് മാത്രം കൃഷി ചെയ്യാനുള്ളതല്ല ഈ ഒരു സ്ഥലം, എനിക്ക് ശേഷം വരുന്ന ഒരുപാട് തലമുറകൾക്ക് ചിലപ്പോൾ 100-200 വർഷം കൃഷി ചെയ്യാനുള്ളതാണ്. അതിനനുസരിച്ച് ഞാൻ ഇന്നും ചെയ്യുള്ളൂ. അതാണ് സസ്റ്റൈനബിൾ ഫാമിംഗ് പ്രാക്ടീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി AI ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള അവസ്ഥ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പലയിടത്തും അത് ട്രയൽ ബേസിസിൽ ചെയ്ത് നോക്കുന്നുണ്ട് ആൻഡ് ദ റിസൾട്ട്സ് ആർ വെരി പോസിറ്റീവ് ഓൾസോ. അത് കൂടാണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി AI ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ഒരു വിവരം മാത്രം, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള വിവരം മാത്രം പറഞ്ഞു തരുന്ന തരത്തിൽ AI ഒരു അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഗ്മെന്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഹെൽപ്പർ ആയിട്ട് അവിടെ യൂസ് ചെയ്യാനും പറ്റും. അതാണ് AIയുടെ അഗ്രികൾച്ചർ ആൻഡ് വാട്ടർ പ്രിസർവേഷനിലുള്ള ഒരു റോള്. പിന്നെ ഈ ഡിസാസ്റ്റർ പ്രഡിക്ഷൻ ആൻഡ് ഏർലി വാർണിംഗ്. അപ്പോ നമ്മളിപ്പോ വെതർ പ്രഡിക്ഷൻ പറഞ്ഞ പോലെ വെതർ പ്രഡിക്ഷനുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ് ഡിസാസ്റ്റർ പ്രഡിക്ഷൻ ഇൻ എ ലോട്ട് ഓഫ് വേസ്. അതൊരു ടെക്നോളജിക്കൽ പോയിന്റിൽ നോക്കുമ്പോൾ ഇവിടെ ഡിസാസ്റ്റർ, ഇപ്പൊ സുനാമി വരുമ്പോൾ അത് നേരത്തെ അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷിക്കാമായിരുന്നു, ഒരുപാട് ആൾക്കാരെ മാറ്റി പാർപ്പിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അത്ര കോമൺ അല്ല, പക്ഷെ ബാക്കി പല രാജ്യങ്ങളും ഇൻക്ലൂഡിങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വളരെ എന്താ പറയാ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ, സൈക്ലോൺസ്. പക്ഷെ ഇപ്പോ ഈവൻ ഇന്ത്യയിൽ പോലും പലപ്പോഴും അഫക്റ്റഡ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൈക്ലോൺസിന്റെ ഒക്കെ നമുക്ക് നേരത്തെ തന്നെ ഒരു പ്രഡിക്റ്റ് ചെയ്ത് അതിനൊരു വാർണിംഗ് കൊടുക്കാൻ പറ്റുമ്പോൾ ആ ഭാഗത്ത് ആൾക്കാർ താമസിക്കുന്നത് മാറ്റാനോ, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്നവരാണെങ്കിൽ മീൻ പിടിക്കാൻ പോകരുതെന്ന് പറയും. അല്ലാത്ത ചിലപ്പോ നമുക്ക് അധികം ഇന്ത്യയിൽ ഉണ്ടാവാറുള്ള ഒരു പ്രശ്നം, ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ന്യൂനമർദ്ദം അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ചുഴലിക്കാറ്റ് വീശുകയാണെങ്കിൽ ഭയങ്കര ഹെവി റെയിൻസ് ആയിരിക്കും ആ ഭാഗത്തുള്ള സ്റ്റേറ്റ്സിലൊക്കെ.
അതൊക്കെ വളരെ കൃത്യമായിട്ട് AI-ക്ക് പണ്ട് അത് എന്താ പറയാ, ഇപ്പൊ ഒരു തലേ ദിവസം പ്രെഡിക്ട് ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു മാസം മുന്നേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, അത് പണ്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 50-60% ആക്യുറസി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് 90% മുകളിൽ ആക്യുറസിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഏർലി വാർണിംഗ് കിട്ടുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഡിസാസ്റ്റർ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ റെസിലിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇപ്പൊ പണ്ടെല്ലാം നമ്മളിപ്പോ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അത് വീടോ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അത് കെട്ടുമ്പോൾ നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് എത്രത്തോളം ചിന്തിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം, ചില ബിൽഡേഴ്സ് ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ എല്ലാം ആ ഒരു റെസിലിയൻസ് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇന്നിപ്പോ ഒരു ഗ്ലോബലി തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ റെസിലിയൻസും എമർജൻസി റെസ്പോൺസും. അതായത് നമ്മൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെയുള്ള ഇമ്മൂവബിൾ ആയിട്ടുള്ള തിങ്സ് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആൾക്കാരോട് ഒഴിഞ്ഞു പോകാൻ പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പൊ അവിടെ ഒരു ടെക്നോളജിക്കൽ ഡാറ്റാ സെന്റർ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഡിസാസ്റ്റർ വന്നാലും അത് നശിച്ചു പോകരുത്, അത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതൊരു ഫ്ലഡ് വന്നാലും അത് നശിച്ചു പോകരുത്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് വന്നാലും പ്രശ്നം വരരുത്, എർത്ത് ക്വേക്ക് വന്നാലും ആ ബിൽഡിംഗ് പെട്ടെന്ന് തകർന്നു പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള ഇത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഇതാക്കുന്നു. അതായത് ക്ലൈമാറ്റിക് ചേഞ്ചസ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. നമ്മൾ അതിനുള്ള എഫേർട്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും ചെറുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷെ അതിന്റെ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും ഹൗ ജപ്പാൻ റിക്കവേർഡ് ആഫ്റ്റർ ഫുകുഷിമ. അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിനു ശേഷവും വിത്തിൻ 5 years ദ കൺട്രി റിക്കവേർഡ് കംപ്ലീറ്റ്ലി എന്ന് മാത്രമല്ല, അവർ അതിനെയൊക്കെ അവര് ആലോചിക്കാതിരുന്ന ഒരു കാര്യമായിരുന്നു. ഇവിടെ അതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് ഇനി ഒരിക്കലും ഭാവിയിൽ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും കൂടി ചേർത്തിട്ടാണ് അവർ തിരിച്ചു വന്നത്. ദാറ്റ് ഈസ് കമ്മിങ് ബാക്ക് ഈവൻ സ്ട്രോങ്ങർ. മാത്രമല്ല, ഇപ്പൊ ഈ വീണ്ടും ഈ ഒരു ദിസ് ഇയർ 2026 ജപ്പാൻ വീണ്ടും ന്യൂക്ലിയർ പവറിൽ ഇൻവെസ്റ്റ്മെന്റും ഹൗ ടു ഹാൻഡിൽ ന്യൂക്ലിയർ പവർ മോർ എഫിഷ്യന്റ്ലി ഓർ മോർ സേഫ്ലി ആൻഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വീണ്ടും തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരു പ്രാവശ്യം ഇതുകൊണ്ട് എന്താ പറയാ പ്രശ്നം പറ്റി എന്ന് വിചാരിച്ച് ഇതിനെ പിന്നെ ടച്ച് ചെയ്യില്ല അല്ലെങ്കിൽ ഇതൊരിക്കലും യൂസ് ചെയ്യില്ല എന്നുള്ളതല്ല. യെസ്, കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അവിടെ പറ്റിപ്പോയി, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു റിയലൈസിങ് ദ മിസ്റ്റേക്ക് ആൻഡ് റെസ്പോണ്ടിങ് ടു ഇറ്റ്. അപ്പൊ ആ ഒരു എമർജൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇത് ഉണ്ടാവുന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ മാക്സിമം ആൾക്കാരെ ഒഴിപ്പിക്കാനും ഏറ്റവും കുറവ് മിനിമൽ തരത്തിൽ ആ ഒരു അപകടത്തിന്റെ എഫക്ട് ഉണ്ടാകാൻ തരത്തിൽ ഇതാക്കാനും ആ ഒരു എമർജൻസി റെസ്പോൺസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇന്ത്യയിലെ തന്നെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ മെൻഷൻ ചെയ്ത ഒരു ഗ്ലോബൽ കാര്യങ്ങളാണ്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ആൻഡ് അങ്ങനെ ഒരു യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ എഴുതിയത്. അപ്പോ ഈ ഡിജിറ്റൽ ട്വിൻസ് എന്നുള്ളതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട. ദാറ്റ് ഇസ് ജസ്റ്റ് എ ടെർമിനോളജി യൂസ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഇൻ ടെക്നോളജി എന്ന് മനസ്സിലാക്കിയാലും മതി. അപ്പൊ നമ്മൾ AI ചില കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് എനർജി യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവിടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വെച്ചാൽ ആ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് മാത്രമല്ല കേട്ടോ. അതിപ്പോ ഒരു IT ഓഫീസ് ആയാലും ദാറ്റ് ഇസ് എൻ ഇൻഡസ്ട്രി. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി റിസോഴ്സസ് വരുന്നത് അല്ലെ. നമ്മുടെയൊക്കെ ഓഫീസുകളിലായിരിക്കാം ഏറ്റവും കൂടുതൽ എനർജി യൂട്ടിലൈസേഷൻ വരുന്നത്. അതുപോലെ തന്നെ അവിടെ എനർജി വേസ്റ്റേജും ഒരുപാട് വരുന്നുണ്ടാവാം. ഓഫീസിലെ ലൈറ്റും ഫാനും അല്ലെങ്കിൽ AC ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈവൻ നമ്മുടെ ആ ഒരു വർക്ക് സ്പേസിലെ പോലും പലപ്പോഴും ആലോചിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അധികം ആൾക്കാരും അത് ഓഫീസല്ല അവർ ഹാൻഡിൽ ചെയ്തോളും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസിലാണ് എനർജി വേസ്റ്റേജും വരുന്നത്. അത് കൂടാണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യം വരിക. അപ്പൊ അങ്ങനെ എനർജി ആവശ്യം വരുമ്പോൾ എനർജി എഫിഷ്യൻസി, അതായത് യൂസ് ചെയ്യുന്ന എനർജി ഏറ്റവും മിനിമൽ ആക്കിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലും, പിന്നെ എന്താ പറയാ 24/7 ഈ ഡൗൺ ടൈം എന്ന് പറയുന്നത്
ഒരു സാധനം അവൈലബിൾ അല്ലാണ്ടിരിക്കുന്നത്. അപ്പൊ 24/7 നമുക്ക് ഇന്ന് മിക്കവാറും പല കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തരത്തിലുള്ള ലോകത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതിൽ ഡൗൺ ടൈം റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ എനർജി വേസ്റ്റേജ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ പറ്റും, അതുപോലെ എവിടെയൊക്കെ കാർബൺ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും, ഇതിലെല്ലാം ഒരു എന്താ പറയാ, അതൊരു AI ഒപ്റ്റിമൈസേഷൻ അൽഗോരിതമാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മളത് മാനുവലി എപ്പോഴും ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. കാരണം അത് നമുക്ക് സാധിക്കില്ല. അവിടെ നമ്മൾ AI വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഭാവിയിൽ ഉണ്ടാവുമ്പോഴും AIക്ക് ആ ചേഞ്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യാനും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടെത്തിക്കാനും പറ്റും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പൊല്യൂഷൻ, നമുക്ക് ഇന്ത്യ ഇസ് ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് കൺട്രീസ്. എന്താ പറയാ, നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു പക്ഷേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് UK-യും ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സും അങ്ങനെ ബാക്കി പല ഡെവലപ്ഡ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന കൺട്രീസ് എല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ആൻഡ് നൗ വി ആർ റിയലി ഗ്രാപ്ലിംഗ് വിത്ത് ഇറ്റ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ പൊല്യൂഷൻ കാരണം എത്രത്തോളം ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നു, വിന്റേഴ്സിൽ ഹാർഷ് വിന്റേഴ്സ് വരുന്നു. അതുപോലെ തന്നെ സ്മോഗ് കാരണം ഓൾമോസ്റ്റ് എവറി പേഴ്സൺ ഹൂസ് ലിവിംഗ് ദർ ഇസ് ബിക്കമിങ് ആസ്മാറ്റിക്. അത് ഇന്ത്യയിലെ അത്യാവശ്യം എല്ലാ സിറ്റികളെയും വളരെ ഗ്രാപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പൊല്യൂഷൻ ഹോട്ട്സ്പോട്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ, ഹോട്ട്സ്പോട്ട്സ് എന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ടും പൊല്യൂഷൻസ് ഈ ഒരു സിറ്റിയിൽ വരാൻ എവിടെ നിന്നാണ് അതിന്റെ സോഴ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും, അവിടെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെഗുലേറ്ററി ആക്ഷൻ എടുക്കാനും, അവരുടെ എമിഷൻ കൺട്രോൾ ചെയ്യാൻ എന്തൊക്കെയാണ് പിന്നെ ഒരു എന്താ പറയാ ആക്ഷൻസ് എടുത്തിട്ട് പറ്റുന്നത് എന്നെല്ലാം, ഈവൻ പബ്ലിക് ഹെൽത്ത് ആയാലും അങ്ങനെ എല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനും അവിടെ ഒരു ആക്ഷൻ റിയൽ ടൈമിൽ തന്നെ എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ സ്മാർട്ട് എനർജി ഗ്രിഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ സോളാറിന്റെ ആ ഒരു സബ്സിഡൈസ്ഡ് പ്ലാൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് അതിൽ സോളാർ എനർജി ജനറേറ്റ് ചെയ്യുന്നത് ആ ഒരു ഹൗസ് ഹോൾഡിന് ഫുൾ ആവശ്യം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗ്രിഡിലേക്ക്, അതായത് ഇപ്പൊ KSEB ആണെങ്കിൽ അതിലേക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അവിടെ എക്സ്ട്രാ വരുന്ന എനർജി അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പ്രോപ്പർലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പവർ ഫ്ലക്ച്വേഷൻസ് ഇതാക്കാം. അത് കൂടാണ്ട് ജനറേറ്റ് ചെയ്യുന്ന റിന്യൂവബിൾ എനർജി നഷ്ടം വരാതെ പല സ്ഥലത്തേക്കും ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെ എല്ലാം ബാലൻസ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഒരു കാര്യമാണ് ഇത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇത് വിൻഡ് എനർജിയിലായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ എനർജി റിന്യൂവബിൾ എനർജി ഗോൾസിനെ ഏറ്റവും കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് എനർജി ഗ്രിഡ്. ഇപ്പോ ഇവിടെ ബാംഗ്ലൂരൊക്കെ കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈവൻ EV ചാർജിങ്ങിന്റെ കേസിൽ പോലും ചാർജ് ചെയ്യാൻ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാൻ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. അതും പ്രത്യേകിച്ച് അതൊരു കാർഗോ ട്രക്സ് പോലത്തെ സംഭവമാണെങ്കിൽ. അപ്പൊ ഇന്ന സ്ഥലത്ത് ഇത്രയും ആവശ്യം വരും, അപ്പൊ അവിടെ ഇത്രയും എനർജി വേണം. അപ്പൊ എങ്ങനെ ഈ റിന്യൂവബിൾ എനർജി, ഇപ്പൊ സോളാർ പാനൽസ് നമുക്ക് എല്ലാ സ്ഥലത്തും വയ്ക്കാൻ പറ്റണമെന്നില്ല. വളരെ മാസീവായിട്ട് സോളാർ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോളാർ ഫാം ഉള്ളത് ഒരു സ്ഥലത്തും, എന്നാൽ ഏറ്റവും കൂടുതൽ എനർജി ഡിമാൻഡ് വരുന്ന വേറൊരു സ്ഥലത്തും ആയിരിക്കാം. അങ്ങനെ വരുമ്പോഴും ആ എനർജി പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മാക്സിമം അത് യൂസ് ചെയ്യാനും ജനറേറ്റ് ചെയ്ത എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്മാർട്ട് എനർജി ഗ്രിഡ്. ഇത് നോർമൽ എനർജിയിലായാലും യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ മറ്റേ ഇലക്ട്രിസിറ്റി KSEB വരുന്നത്. അവിടെ ആയാലും നമ്മുടെ കേരളത്തിന്റെ കേസിൽ അത് റിന്യൂവബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് വാട്ടർ ബേസ്ഡ് എനർജി. പക്ഷെ അല്ലാത്ത കേസിലാണെങ്കിൽ പോലും നമുക്ക് സ്മാർട്ട് ഗ്രിഡ് യൂസ് ചെയ്യാം. ബട്ട് ഓവറോൾ സ്മാർട്ട് ഗ്രിഡിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മാക്സിമം റിന്യൂവബിൾ എനർജി സോഴ്സസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ മാക്സിമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റിന്യൂവബിൾ എനർജി മാത്രം ഒരു സോഴ്സായി നമ്മൾ ആ ഒരു ഇതിലേക്ക് മാറുക എന്നുള്ളതാണ് സ്മാർട്ട് എനർജി ഗ്രിഡിന്റെ. അത് AI വെച്ചിട്ടുള്ള അതിന്റെ എന്താ പറയാ മോണിറ്ററിങ്ങും മെയിൻ്റനൻസിന്റെയും മെയിൻ ഉദ്ദേശം. അപ്പോ ഇങ്ങനെയൊക്കെ ഞാൻ കുറെ പറഞ്ഞപ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം വലിയ എല്ലാ പ്രോബ്ലംസും AI സോൾവ് ചെയ്യാണല്ലോ. എന്നാൽ പിന്നെ നമുക്ക് എല്ലാത്തിലും അങ്ങ് AI തന്നെ യൂസ് ചെയ്താൽ പോരെ, വേറെ ഒന്നിനും പണിപ്പെടേണ്ടല്ലോ, മാനുവലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയെല്ലാം നമുക്ക് ചിന്തിക്കാം. അപ്പോ AI ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ AI ആണെങ്കിലും അതിന് വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജി ആവശ്യം വരും. ഒരുപാട് എനർജി ആവശ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ അത് എത്രത്തോളം അധികമാണ് എന്ന് മനസ്സിലാക്കാൻ ശരിക്കും ഒരു ഡാറ്റാ സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചെറിയ
കമ്പനിക്ക്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വേണ്ട ഒരു ഡാറ്റാ സെന്ററിന് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഫുൾ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റിയുടെ ഇക്വലന്റ് ആണ്. അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് ഇവിടെ. അത് മാത്രമല്ല, ഈ ഒരു ഡാറ്റാ സെന്റർ കൂളിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടി, കാരണം ഇതെല്ലാം വളരെ ലോ ടെമ്പറേച്ചർ, ബിലോ 16 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യുന്നത് AI ഫംഗ്ഷൻ ചെയ്യുന്ന ഹാർഡ്വെയർസ് ഒക്കെ. അപ്പൊ ആ ഒരു ഇതിന് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഗാലൻസ് ഓഫ് വാട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വാട്ടർ വേസ്റ്റേജും ഇത്രയും ഇലക്ട്രിസിറ്റി കൺസപ്ഷൻസും വരുന്നുണ്ട്. അപ്പോ അതായത് എന്താ പറയാ, വേറൊരു ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, US പ്രൊജക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇന്ത്യയുടെ പ്രോപ്പർ പ്രൊജക്ഷൻസ് എനിക്ക് നോക്കിയിട്ട് ഒരു ഓതന്റിക് സോഴ്സിൽ നിന്ന് കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ US പ്രൊജക്ഷൻസ് വെച്ചത്. അതായത് AI യൂസ് കൊണ്ട്, അത് ഈവൻ ഈ ഡാറ്റാ സെന്റേഴ്സ് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇന്ന് AI യൂസ് ചെയ്യുന്നില്ല, ഞാൻ IT സെക്ടറിലല്ല പറഞ്ഞാൽ നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ ഈവൻ സെർച്ച് ചെയ്യുന്നുണ്ടാവാം, അതിൽ AI മോഡ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാർജ് ലാംഗ്വേജ് മോഡൽ തന്നെയാണ്, അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ AI നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ അറിയാണ്ട് തന്നെ. അപ്പൊ അവിടെയൊക്കെ ഉള്ള നമ്മൾ ഈ സാധാരണക്കാർ യൂസ് ചെയ്യുന്ന AI യൂസ് തന്നെ എന്താ പറയാ, ആ യൂസിനുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മൊത്തം 22% ഹൗസസിനെ നമുക്ക് ആക്ച്വലി ഫുൾ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റും. അത്രയും അധികം എനർജി ഉണ്ട് എന്നുള്ള ആ ഒരു കമ്പാരിസണിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചാണ്. അതായത് ഇപ്പൊ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ആർക്കാലും തോന്നില്ല, എന്നാ പിന്നെ എനിക്ക് ഇലക്ട്രിസിറ്റി തന്നാൽ മതി, ഈ AI മുഴുവൻ ഇവിടെ ഇതാക്കണ്ട എന്നുള്ളത്. അതൊരു വലിയ പ്രശ്നമാണ്, ഇത്രയും ലാർജ് കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എന്നുള്ളത് AI വെച്ചിട്ട്. പിന്നെ AI വേറെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ ഇത് AI നമ്മൾ യൂസ് ചെയ്യുന്നത്, ഐ ഗെസ് എവ്രി വൺ ഇസ് ഫെമിലിയർ, ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്നുള്ള അല്ലെങ്കിൽ റീസണിങ് മോഡൽസ് ഒക്കെയാണ്. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും വലിയൊരു AI ബൂം വന്നത്. അതായത് മനുഷ്യന്റെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മനുഷ്യനെ പോലെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇതെല്ലാം ഒരു മോഡൽസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ജെമിനായി, ദാറ്റ് ഈസ് എ മോഡൽ. അല്ലെങ്കിൽ ChatGPT യൂസ് ചെയ്യുന്ന GPT-4, GPT-4.5 അല്ലെങ്കിൽ 4 അങ്ങനെയുള്ളതെല്ലാം ഓരോരോ മോഡലുകളാണ്. അതായത് അവിടെ അതിനെ കുറെ ഡാറ്റ കാണിച്ചു കൊടുത്ത് ട്രെയിൻ ചെയ്തിട്ട്, അപ്പൊ അത്രയും അധികം ഡാറ്റകൾ കാണുമ്പോൾ അത് മനസ്സിലാക്കും, ഓക്കെ ഇപ്പൊ ഒരു 100 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 101ാമത്തെ കാര്യം ഇത്തിരി ഡിഫറെന്റ് ആണെങ്കിലും പക്ഷെ ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടായത്, അപ്പൊ ഇതിൽ ഇങ്ങനെ ആയിരിക്കാം സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു കാപ്പബിലിറ്റി അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മോഡൽസിൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ, അത് നമുക്ക് എന്ത് ഡാറ്റ ആണോ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ ആ കിട്ടുന്ന ഡാറ്റ ബയസസ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും പല മീംസും പല ഇഷ്യൂസും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു ChatGPT അല്ലെങ്കിൽ ജെമിനായി ഇപ്പൊ പ്രോപ്പർ അല്ല. ഈവൻ ഇഷ്ടംപോലെ ലീഗൽ കേസസ് വരെ നടക്കുന്നുണ്ട്. അതായത് സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന ഒരു കുട്ടി ജെമിനായുടെ അടുത്തോ അത് ChatGPTയുടെ അടുത്തോ എനിക്ക് ഓർമ്മയില്ല, ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് ആ ഒരു AI പോയി ചാകുക എന്നുള്ള തരത്തിൽ ഒരു അഡ്വൈസ് കൊടുത്തു. അങ്ങനെ ആ കുട്ടി ആക്ച്വലി സൂയിസൈഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്താ പറയാ ഒരു പത്രം വായിച്ചിട്ട് തന്നെ ഓൾറെഡി അറിവുള്ളതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് മെയിൻ കാരണം ഇതാണ്, അവർ കണ്ടിട്ടുള്ള ഡേറ്റ അതിൽ ഓൾറെഡി ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ പഠിക്കുന്നതും ആ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. അത് തെറ്റാണ് എന്ന് AIക്ക് പറഞ്ഞു കൊടുക്കാൻ വേറൊരാളില്ല എന്ന് മാത്രമല്ല, ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഉള്ള പോലെ AIക്ക് കോൺഷ്യസ്നെസ് ഇല്ല. അറ്റ്ലീസ്റ്റ് ടിൽ ദിസ് മൊമെന്റ് ഇറ്റ് ഡസന്റ് ഹാവ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താണോ പഠിച്ചത് അത് തെറ്റ് പഠിച്ചാൽ തെറ്റ് റിപ്പീറ്റ് ചെയ്യും, ശരി പഠിച്ചാൽ ശരി റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, എന്തുകൊണ്ട് സ്ഥലത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ LLMs ലാർജ് ലാംഗ്വേജ് മോഡൽസ് എല്ലാം ഒരു ബ്ലാക്ക് ബോക്സ് മോഡൽസ് ആണെന്നാണ് നമ്മൾ പറയാ. കാരണം അതിന്റെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ അതിന്റെ തിങ്കിങ് പറഞ്ഞു തരാൻ അതിനോട് ചോദിച്ചാൽ പോലും അത് എല്ലാ സ്റ്റെപ്സ് ഒന്നും കാണിക്കില്ല, വളരെ കുറച്ച് സ്റ്റെപ്സേ കാണിക്കുള്ളൂ. അപ്പൊ അതെങ്ങനെയാണ് ആ ഡിസിഷനിലേക്ക് വന്ന, അപ്പൊ 100 സ്റ്റെപ്സ് എടുത്തിട്ടാണ് ആ ഡിസിഷനിലേക്ക് വന്നെങ്കിൽ ആ 100 സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു മെയിൻ 5 സ്റ്റെപ്പ് എങ്ങാനും അതിന് പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ എക്സാക്ട് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ആൻസറിൽ AI എത്തുന്ന പ്രോസസ്സ് ഇപ്പോഴും എന്താ പറയാ ഒരു കംപ്ലീറ്റ് ട്രാൻസ്പാരന്റ് ആയിട്ടില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് തന്നെ AI യിലുണ്ട്. അതിനെയാണ് എക്സ്പ്ലെയിനബിൾ AI എന്ന് പറയുന്നത്. അപ്പൊ
എന്തുകൊണ്ട് AI ഒരു തരത്തില് ബിഹേവ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അത് കൂടാണ്ട് ചില ടെക്നിക്സുകളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു എന്താ പറയാ ടെക്നിക്കൽ വേർഡ്സ് ആണ്. പക്ഷെ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ പേരുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ചില ടെക്നിക്സ് അതിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ്, അതായത് AI മാത്രമല്ല ഡിസിഷൻ എടുക്കുന്നത്, അതിൽ ചില ഭാഗങ്ങളിൽ ഒരു ഹ്യൂമൻ ഇൻവോൾവ് ആവുന്നു, അവിടെ ഒരു എത്തിക്കൽ ഓവർസൈറ്റ് വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്പാരൻസി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എനർജി ഡിമാൻഡ്സ് ഞാൻ പറഞ്ഞു, ഭയങ്കര ഒരു ഹ്യൂമൻ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ AI എനർജി ഡിമാൻഡ് അല്ലെങ്കിൽ എനർജി കൺസപ്ഷൻ ഭയങ്കര മാസീവാണ്. അത് ഒരു കമ്പാരബിൾ സ്കെയില് പോലും അല്ല എന്ന് പറയാം അല്ലെ. അപ്പൊ ആ ഒരു പവർ കൺസപ്ഷന്റെ അല്ലെങ്കിൽ എനർജി ഡിമാൻഡ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം റിന്യൂവബിൾ എനർജി മാത്രമേ യൂസ് ചെയ്യുള്ളൂ AIക്ക് വേണ്ടിയിട്ട്. വേറെ ഒരു തരത്തിലുള്ള എന്താ പറയാ എനർജി സോഴ്സസും യൂസ് ചെയ്തിട്ട് AI ഇതാക്കില്ല. പിന്നെ എന്താ പറയാ ഈ അൽഗോരിതംസ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നെല്ലാം പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ അവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ AI ഒരു ഒപ്റ്റിമൈസ്ഡ് അല്ലാത്ത AI എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോ ഇപ്പൊ അതിനോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. അപ്പൊ ആ AI അതിന്റെ അറിവ് വെച്ചിട്ട് പല ആൻസേഴ്സ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അപ്പൊ ഒരു ഒപ്റ്റിമൈസേഷനും ഇല്ലാത്ത AI കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതാണ് ഈ ഒരു ഒപ്റ്റിമൈസ്ഡ് അൽഗോരിതവും എന്താ പറയാ നോൺ ഒപ്റ്റിമൈസ്ഡ് അൽഗോരിതവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അങ്ങനെ നമുക്ക് അൽഗോരിതംസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ AI അവിടെ അറ്റംപ്റ്റിംഗ് നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറയുമ്പോഴോ അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കുറയുമ്പോഴോ അത്രയും കുറവ് എനർജി ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ അത്രയും ആ ഒരു ഒപ്റ്റിമൈസേഷൻ കൊണ്ട് മാത്രം ഒരു 90% എനർജി ഡിമാൻഡും നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ടെക്നോളജിക്കൽ ലെവലിലുള്ള അനാലിസിസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഈ ബയസസ് ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെ അത് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബയസസ് ഇതാക്കാൻ നമുക്ക് ശരിയായ ഡാറ്റ കൊടുക്കുക. പിന്നെ ആ ഡേറ്റ AI പഠിക്കുമ്പോൾ അവിടെ ഒരു ഹ്യൂമൻ കൂടെ AI പഠിക്കുന്നത് എന്താണ് എന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുക. പിന്നെ എന്താ പറയാ ഓരോ ലോക്കൽ കോണ്ടെക്സ്റ്റിലും ഡിഫറൻസ് വരുമ്പോൾ ആ ഒരു ഡിഫറൻസ് ദാറ്റ് ഇസ് ഡൈവേഴ്സിറ്റി, ഇറ്റ് ഈസ് നോട്ട് ഇൻഈക്വാലിറ്റി എന്നുള്ള തരത്തിൽ AIക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക. ആ സോഷ്യൽ കോണ്ടെക്സ്റ്റ് AIക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് ഫോർ ദാറ്റ് എ ഹ്യൂമൻ ഇസ് നീഡഡ്. അപ്പൊ അതിനുള്ള ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ബയസ് കുറയ്ക്കാൻ ഏറ്റവും വലിയൊരു മാർഗം. പിന്നെ ബ്രിഡ്ജ് ദ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ AI വന്ന സമയത്ത് ഡെവലപ്ഡ് നേഷൻസിന് മാത്രം പറ്റുന്ന ഒരു കാര്യമായിരുന്നു അത്, അല്ലെങ്കിൽ AI എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ AI മൈറ്റ് ബി ഒരു പക്ഷെ ഗൂഗിൾ, മെറ്റ പോലുള്ള വളരെ ബിഗ് ജയൻസിന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായേനെ AI. പക്ഷെ AI ഇന്നും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് AI യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പൈത്തൺ ആണ്, വിച്ച് ഇസ് ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ്. And everything that AI using is open source. അപ്പോ അതായത് ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും അതെല്ലാം ആക്സസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അതിൽ എന്ത് മാറ്റം വരുത്താം, ഇംപ്രൂവ് ചെയ്യാം. അപ്പോ അങ്ങനെ എല്ലാവർക്കും അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇത് എല്ലാവരിലേക്കും ഇവഞ്ച്വലി ആയാലും എത്തിക്കുക എന്നുള്ളതിനെ ഹെൽപ്പ് ചെയ്തത്. അല്ല ഈ AIക്ക് യൂസ് ചെയ്യുന്ന പൈത്തൺ ലാംഗ്വേജ് എന്താ പറയാ യൂസ് ചെയ്യാൻ നമ്മൾ പൈസ കൊടുക്കണമായിരുന്നെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതെന്താന്ന് പഠിക്കാൻ പറ്റുള്ളൂ, പഠിച്ചിട്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇത്രയും എന്താ പറയാ പ്രോഗ്രസ്സും ഇതിലുണ്ടാവില്ല. അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുന്ന ഓരോരോ പ്ലാറ്റ്ഫോംസ് ആയാലും. അപ്പൊ ഈ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോംസ് ആയതാണ് AI ഇത്രയും ബൂം ആവാൻ ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയതും. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിലും AI റേസിൽ ഗ്ലോബൽ ലെവലിൽ തന്നെ നോക്കിയാൽ വളരെ മുന്നിലാണ് നമ്മൾ. അതുപോലെ തന്നെ ഈവൻ പുവർ കൺട്രീസ് എന്ന ഒരു പക്ഷെ ലേബൽ ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് പോലും they are still able to work with this because they don't need to pay additional to do some experiments in this എന്നുള്ളത് കൊണ്ട്. അപ്പൊ അത് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ AIക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്.
പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ജുഡീഷ്യൽ യൂസ് ആണ് ഉള്ളത് എങ്കിൽ ആ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായിട്ട് അവിടെ വരാണ്ട് അതിന്റെ എല്ലാ അഡ്വാൻറ്റേജസിനെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്കാകും. പിന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ആയിട്ട് ഇതിൽ പറയാനുള്ളത്. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ഓവർവെൽം ചെയ്യിക്കേണ്ടെന്നും കൂടി വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി ഒരു സാധാരണ ആൾ എന്നുള്ള നിലയിൽ, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ, നമ്മൾ എല്ലാത്തിനും ആപ്പും വെബ്സൈറ്റും ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനൊരു 3 എക്സാമ്പിൾസ് ഇവിടെ ആഡ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ ഒരു കൺട്രി ലെവൽ അല്ലെങ്കിൽ ഒരു വലിയ ഇൻഡസ്ട്രി ലെവൽ ഒരു ആക്ഷൻ എടുക്കേണ്ട കാര്യമല്ലേ, ഞങ്ങൾ ഇതിലിപ്പോ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ല. ഈച്ച് പേഴ്സൺ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനിലും നമുക്ക് ഇത് അവെയർ ആയിട്ട്, അതായത് ഇപ്പൊ കാർബൺ എമിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടും എത്രത്തോളം കാർബൺ എമിഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റിനെ ഒരു മോശം അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമാവുന്നുണ്ടെങ്കിൽ അത് തടയാൻ എന്താണ് ഒരു മാർഗം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയാലേ അത് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ മെയിൻ ആയിട്ടും ഫസ്റ്റ് ആദ്യം ഈ അമൃത് കാണിച്ചത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം അത് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ആ ഒരു വെബ്സൈറ്റിന്റെ സ്ക്രീനിൽ നിന്ന് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ അമൃത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഇനിഷ്യേറ്റീവ് ആണ്, നിതി ആയോഗിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു COT, ഇവർക്ക് പല ടൂൾസും ഉണ്ട്. ഇവിടെ ടൂൾസിൽ പോയാൽ ബാക്കി ടൂൾസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്നിപ്പോ ഇലക്ട്രിക് വെഹിക്കിൾസ് ഭയങ്കര പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും എല്ലാവരും എന്താ പറയാ, അത് എടുക്കണോ വേണ്ടേ, അത് ശരിയാവോ, നിങ്ങളുടെ വെഹിക്കിളും ഒരു ഇലക്ട്രിക് വെഹിക്കിളും കമ്പയർ ചെയ്തിട്ട് എത്ര. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു കിലോമീറ്റർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അതിപ്പോ ഒരു പെട്രോൾ കാറാണ്, നമ്മൾ ഒരു ഡെയിലി ആണോ 10 കിലോമീറ്റർ പോകുന്നത്, അങ്ങനെയുള്ള കാര്യം കൂടെ ചോദിക്കുന്നു, അതും കൂടെ കൊടുത്തു. അപ്പോ അതേ കിലോമീറ്റർ EVയിൽ പോവുകയാണെങ്കിൽ എന്താ പറയാ കാർബൺ എമിഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എത്രയായിരിക്കും എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ട്, അതായത് ഒരു കാർബൺ എമിഷൻസ് നിങ്ങളുടെ ഒരു പെട്രോൾ വെഹിക്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വരുന്നുണ്ട്, എന്താ പറയാ. അപ്പോ EV ആണെങ്കിൽ 0.5 വരുന്നുള്ളൂ. ഇത് ഒരു കാർബൺ എമിഷൻസിന്റെ അത് ചിലപ്പോൾ ഈ കിലോഗ്രാംസ് ആയിരിക്കും ഇവിടെ. ഓക്കെ, ഇത് ടൺസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ടൺസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കാർബൺ എമിഷൻസ് നിങ്ങൾ EVയിലേക്ക് മാറിയത് കൊണ്ട്. 0.16 ടണ്ണാണ് കേട്ടോ. ടൺ എന്ന് പറയുമ്പോൾ 1000 കിലോഗ്രാംസ് ആണ്. അപ്പോൾ ഇവിടെ അതായത് 16,000 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ആണ് കുറയ്ക്കുന്നത് EV വരുമ്പോൾ. അപ്പൊ ഈ 0.16 ഭയങ്കര ചെറിയ ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് ടണ്ണിലാണ് എന്നുള്ളത് ആലോചിക്കണം. അപ്പൊ ആ ഒരു എന്താ പറയാ 16,000 ടണ്ണ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ ചില്ലറ ഗ്ലോബൽ വാർമിംഗ് ഒന്നും അല്ല വരുന്നത് എന്നും കൂടെ ആലോചിക്കണം. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് അവെയർ ആവാൻ, നമ്മളൊരു EVയിലേക്ക് മാറേണ്ട സമയമായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്വയം ഒരു അവെയർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അമൃത് എന്നുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആക്ച്വലി ഇന്ത്യൻ സ്പെസിഫിക് ഇനിഷ്യേറ്റീവ് അല്ല, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണ്. പക്ഷെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു AI മെഷീൻ ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ സോഴ്സ് ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ലിങ്ക് ഞാൻ PPTയിൽ കൊടുത്തിട്ടുണ്ട്. ഇതില് നമ്മുടെ ഓരോരോ ട്രാവൽ മെത്തേഡ്സിലും ഇത് ആക്ച്വൽ ട്രാവലിലാണ് കേട്ടോ. അപ്പൊ അതായത് വണ്ടി മാറ്റാറായോ അങ്ങനെയല്ല, നമ്മളല്ലാണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കാർ യൂസ് ചെയ്യുന്നുണ്ട്, ബസ് യൂസ് ചെയ്യുന്നുണ്ട്, ട്രെയിൻ ഉണ്ട്, ഈവൻ എയർ ട്രാവൽ അടക്കം ഇതിലുണ്ട്. ഇവിടെ എയർ ട്രാവൽ നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ ഹോട്ടൽ സ്റ്റേ, നമ്മളൊരു ഹോട്ടലിൽ പോയി താമസിക്കുമ്പോൾ അത് ഹോട്ടലിന്റെ റേറ്റിംഗ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായോ. അപ്പോ ഈവൻ ഷിപ്പ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിളിന് കാറ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഞാൻ ലോക്കൽ ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. അപ്പൊ സാധാരണ ലോക്കൽ ബസ് എന്ന് വെച്ചാൽ ഡീസൽ ആയിരിക്കും. അപ്പൊ അതിൽ ഇപ്പൊ ഡെയിലി നിങ്ങൾ ഓഫീസ് പോയി വരാൻ വേണ്ടിയിട്ട് ഒരു 20 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ആ ഒരു ട്രാവൽ കൊണ്ട് എത്രത്തോളം കാർബൺ എമിഷൻ വന്നിട്ടുണ്ട് അവിടെ, അതിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാർബൺ ഫുട് പ്രിന്റ് നോക്കുമ്പോൾ
എന്താ പറയാ മനസ്സിലാവും. ഇവിടെ വലിയൊരു പ്രശ്നം ലോക്കൽ ബസ് ആണെങ്കിൽ 20 കിലോമീറ്റർ വരുന്നില്ല. എന്നാൽ അതേ ട്രാവല് ഞാൻ എന്റെ സ്വന്തം, അതൊരു സെഡാൻ വെഹിക്കിൾ ആണ്, പെട്രോൾ വെഹിക്കിൾ ആണ്, അത് പിന്നെ ഇവിടെ ബ്രാൻഡ് എടുക്കാൻ കൊടുക്കാൻ പറ്റും. അപ്പൊ എക്സാക്ട്ലി എത്രത്തോളം, അതായത് ഒരു ബസ് യാത്ര ചെയ്യണതിന് പകരം നിങ്ങൾ ഓരോ പ്രാവശ്യവും കാർ എടുത്ത് പോകുമ്പോഴും എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു കാറിലാണ് നമ്മൾ യാത്ര ചെയ്തത്, അതും നിങ്ങൾ ഒരാൾ മാത്രമേ കാറിൽ യാത്ര ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്രത്തോളം കാർബൺ എമിഷൻസ് ഉണ്ടായി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ 0.1 മെട്രിക് ടൺസ്, അവിടെയും ടണ്ണാണ് കേട്ടോ. ടൺ എന്ന് പറയുമ്പോൾ 0.1 ടൺ ആകുമ്പോൾ തന്നെ ഏകദേശം എന്താ പറയാ 100 കിലോഗ്രാം കാർബൺ എമിഷൻ ആയി. അപ്പോ അത്രയും കാർബൺ എമിഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാർബൺ എമിഷൻ നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു ട്രീ പ്ലാന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓഫ്സെറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുക്കുമ്പോൾ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ്. ഞാൻ പറഞ്ഞു ഇത് ഗ്ലോബലി ആണ്, അതുകൊണ്ടാണ് ഇതെല്ലാം ഡോളറിൽ കാണിക്കുന്നത്. അവിടെ ഒരു പൈസ കാണിച്ചിരുന്നല്ലോ, $0.5 എങ്കിലും നിങ്ങൾ ഡൊണേറ്റ് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കിയ ഈ ഒരു കാർബൺ എമിഷന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു പ്രോജക്റ്റിലേക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഓതന്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വിച്ച് ഇസ് റെക്കഗ്നൈസ്ഡ് ബൈ UN. അപ്പൊ അങ്ങനെയുള്ള ഇതും നമുക്ക് ഹൗ വി ക്യാൻ കോൺട്രിബ്യൂട്ട്. $0.1 എന്ന് പറയുമ്പോൾ $1 is almost 60-70. അപ്പൊ ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് എമൗണ്ട് ഫോർ us, റൈറ്റ്? അപ്പൊ അങ്ങനെ നമുക്ക് ഒരു അവെയർ സിറ്റിസൺ ആവാം, ടു ബി എന്താ പറയാ റെസ്പോൺസിബിൾ ഫോർ അവർ ആക്ഷൻസ് എന്നുള്ളതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു AI എമിഷൻസ് ലാബ്സ്. ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കൂടി ഇട്ടാ എപ്പോഴും ബ്ലാങ്ക് സ്ക്രീൻ തന്നെയാണോ? ബ്ലാങ്ക് സ്ക്രീൻ ആണ്. അപ്പൊ അത് പ്രൈവസി സെറ്റിംഗ്സ് ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ. അപ്പൊ മെയിൻലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പില് അത് കൂടാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഫ്സെറ്റ് ചെയ്യാന്ന് പറയാം നമ്മളുടെ എമിഷൻ. അപ്പൊ ആ ഒരു എമിഷൻ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ച്വലി ചെയ്യാം, അത് കറക്റ്റ് ടൈമില് ഒരു എന്താ പറയാ അത് ഈ ആപ്പ് തന്നെ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ തരാം. ലൈറ്റ് ഓഫ് ചെയ്യാൻ സമയമായി, ഓഫ് ചെയ്തൂടെ? രാവിലെ ലൈറ്റ് ഇടണോ? പുറത്തുള്ള നാച്ചുറൽ ലൈറ്റ് യൂസ് ചെയ്താൽ പോരെ? അതുപോലെ എന്താ പറയാ ഫോണ് 100% ചാർജ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. എന്താ പറയാ 90% ആവുമ്പോ തന്നെ ഓഫ് ചെയ്തേക്കോ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ആ ഫോണ് 100% എത്തിയാലും അവിടെ ചാർജിങ് സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നില്ല. 100% തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറഞ്ഞൊരു കാര്യം നടക്കുന്നുണ്ട്. സ്റ്റിൽ ഇറ്റ് ഇസ് കൺസ്യൂമിങ് ഇലക്ട്രിസിറ്റി. അതുപോലെ മിക്കവാറും എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്യണമെന്നില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൊബൈൽ ചാർജർ ഓഫ് ചെയ്യണമെന്നില്ല, കമ്പ്യൂട്ടർ ചാർജർ വിൽ ബി ഓൾവേസ് പ്ലഗ്ഡ്, TV വിൽ ബി ഓൾവേസ് പ്ലഗ്ഡ് ആൻഡ് നോട്ട് ഓഫ്. വളരെ ചെറിയ തോതിലാണെങ്കിലും അവിടെ അപ്പോഴും ഇലക്ട്രിസിറ്റി കൺസ്യൂം ആവുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ ഒരു ചെറിയ കൺസംഷൻ നമ്മൾ ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം അങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് ക്യുമുലേറ്റ് ചെയ്ത് വലിയൊരു കൺസംഷൻ ആവാണ്. അപ്പൊ ചെറിയ ചെറിയ ഒരു ഓർമ്മപ്പെടുത്തലുകൾ വഴി അതൊക്കെ ഓഫ് ചെയ്യാൻ. അപ്പൊ ഇതിൽ ഈ ഒരു ആപ്പില് റുട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അപ്പൊ അത് റിമൈൻഡർ ആയിരിക്കും, ഓഫ് ചെയ്യാറുന്നില്ലേ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചത്, അങ്ങനെയുള്ള ചെറിയ റിമൈൻഡേഴ്സ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ ഒരു പാട്ട് വെച്ചിട്ട് കുളിക്കാൻ പോയിക്കോളൂ. അപ്പൊ 5 മിനിറ്റിൽ കുളിച്ചു വരും, ആ പാട്ട് തീരുമ്പോഴത്തേക്കും കുളിച്ചു വരാം. അപ്പൊ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യാനുമില്ല. മാത്രല്ല ശരി എല്ലായ്പ്പോഴും ഞാൻ ഓർമ്മിച്ചു എന്ന് വരില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ഹ്യൂമൻലി വരാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സംതിങ് ഹെൽപ്ഫുൾ ഫോർ യു. അപ്പൊ നമ്മള് ബി അവെയർ, ബി കോൺഷ്യസ് ആൻഡ് ഡു വോട്ട് എവർ സ്മോൾ തിങ്സ് യു ക്യാൻ. ആ ഒരു ചെറിയ സ്മോൾ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു സിംഗിൾ പേഴ്സൺ വിചാരിച്ചാൽ തന്നെ ഒരുപാട് ഡിഫറൻസ്. ഇപ്പൊ എന്റെ ഒരു എന്താ പറയാ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ വേ കാൽക്കുലേഷൻ നോക്കിയതാണ്, ഞാൻ എത്രത്തോളം ഒരു കാർബൺ എമിഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ കാർബൺ ഫുട് പ്രിന്റ് എന്താന്നുള്ളത് ഞാനൊരു വേഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ തന്നെ അതൊരു 6.75 മെട്രിക് ടൺസ് വന്നു. സിംഗിൾ ഇൻഡിവിജ്വൽ ഐ ആം ഡൂയിങ് ദാറ്റ് മച്ച്. 6.75 മെട്രിക് ടൺസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൺ 1000 കിലോ ആണ്. അപ്പൊ 675 കിലോ കാർബൺ ഞാൻ എമിറ്റ് ചെയ്യുന്നുണ്ട് വിത്തിൻ 1 ഇയർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു വലിയ എമൗണ്ട് അല്ലെങ്കിൽ ചോദിച്ചാൽ ആണ്. അപ്പൊ ഇത്രയും ചെയ്യുന്ന ഞാൻ അപ്പൊ ഇതിൽ എങ്ങനെയൊക്കെ കുറയ്ക്കാം, എവിടെയൊക്കെ കുറയ്ക്കാം. ആൻഡ് ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ ആ ഒരു കാർബൺ എമിഷൻസിനെ ഓഫ്സെറ്റ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും അഫോറസ്റ്റേഷൻ എഫേർട്ട് എടുക്കണ്ടേ?
എത്ര മരം വെച്ചാലായിരിക്കും ഞാൻ ഈ എമിറ്റ് ചെയ്യുന്ന കാർബൺ മുഴുവൻ വലിച്ചെടുക്കാനുള്ള ഒരു ഇത് ഞാൻ ഉണ്ടാക്കുക. ആ ഒരു എന്താ പറയാ ആക്ഷനബിൾ ഇതിനും കൂടെ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞു വന്നത്. അപ്പോ ഇതിന്റെ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞേക്കാം. എന്താ പറയാ ഒരു ഇത് മാത്രം വെച്ചിട്ട് അപ്പൊ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്കുള്ള കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഈ ഒരു PPT തന്നെ ഉണ്ട്. ഈ ഓരോന്നും ക്ലിക്കബിൾ ലിങ്ക്സ് ആണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് കൂടാണ്ട് വേണമെങ്കിൽ ഞാൻ ചാറ്റിൽ ഇടാം, നോ ഇഷ്യൂസ്. അപ്പോ ഈ ഒരു കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പറ്റുമോ, ഇപ്പൊ ഗൂഗിൾ മാപ്സ് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം നമുക്ക്. കാരണം പണ്ടത്തെ പോലെ ഇപ്പൊ വേറെ എവിടെ പോണെങ്കിലും ഒരു വഴി എന്താന്നുള്ളതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഗൂഗിൾ മാപ്സിൽ എമിഷൻ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള റൂട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ചെറിയൊരു ഗ്രീൻ ലീഫ് അവിടെ വരും. അതായത് എമിഷൻ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള റൂട്ട് ആണെങ്കിൽ ചിലപ്പോൾ അതൊരു 2 മിനിറ്റ് കൂടുതൽ സമയം എടുക്കുമായിരിക്കാം. ബട്ട് ഗോ ഇൻ ദാറ്റ് റൂട്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് യു ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ ലാർജർ ഗോൾ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാണ്ട് എന്താ പറയാ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം അങ്ങനെയല്ല. ഐ ഹാവ് ട്രൈഡ് ഡൂയിങ് ദിസ് ആൻഡ് ഇറ്റ് ഈസ് സംതിങ് വി ക്യാൻ ഡു. ലോങ് ടേമിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ AI-യുടെ ഗുണങ്ങളും അതിന്റെ കുറച്ച് പ്രശ്നങ്ങളും, എന്നാൽ പ്രശ്നങ്ങളും ഇല്ലാണ്ട് അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും എല്ലാം ഒരു എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് വെച്ചാൽ ആ പോർഷൻ ഞാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് കൂടുതൽ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആവാം. പിന്നെ ഇതിൽ ഞാൻ എന്റെ ഇമെയിലും ലിങ്ക്ഡിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇഫ് യു ഹാവ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ ആൻഡ് സ്റ്റിൽ വോണ്ട്സ് ടു ടോക്ക് വിത്ത് മീ, ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കോൺടാക്ട് ചെയ്യാം. ഇത് വേൾഡ് ആപ്പിനുള്ള ഒരു റെഫറൽ കോഡാണ്. ഇറ്റ് ഈസ് എ UN ആപ്പ്. അല്ലാണ്ട് എനിക്ക് വേറെ കമ്മീഷൻ ഒന്നും കിട്ടിയിട്ടല്ല. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഇഫ് യു യൂസ് ദാറ്റ് യു വിൽ ഗെറ്റ് ടു നോ. അതായത് നമ്മൾ ഈ ഒരു ആപ്പ് എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഗെയിമിഫിക്കേഷൻ ആണ്. നമ്മൾ എല്ലാവർക്കും ഒരു റിവാർഡ് കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നു എന്നുള്ള സൈക്കോളജിയെ ബേസ് ചെയ്തിട്ടാണ്. അവിടെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിൽ നിങ്ങൾക്ക് ഓരോരോ പുതിയ അറിവ് കിട്ടാനും ഒരു സ്റ്റോറി വായിക്കുകയാണ് വേണ്ടത്. ആ സ്റ്റോറി നിങ്ങൾക്ക് നാച്ചുറലി വായിക്കാൻ പറ്റില്ല. അത് വായിക്കണമെങ്കിൽ ഒരു മിനിമം സീഡ്സ് വേണം. അങ്ങനെയൊക്കെ ചില കൺസെപ്റ്റുകൾ ഉണ്ട്. അതായത് ശരിക്കും ഒരു ഗെയിം കളിക്കുമ്പോൾ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ അഡൾട്ടിനോ കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ദിസ് ഈസ് എ വെരി പബ്ലിക് ആപ്പ് ബൈ UN. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളോ അല്ലെങ്കിൽ എന്ത് സെർച്ച് ആണെന്ന് വെച്ചെടുത്ത് നോക്കിയാൽ മതി. സോ ഐ ഗെസ് അറ്റ്ലീസ്റ്റ് സം ഓഫ് യു വിൽ സ്റ്റാർട്ട് to understand what is your own carbon footprint and ആ ഒരു footprint reduce ചെയ്യാൻ എന്തെങ്കിലും ഒരു ആക്ഷൻ, അത് ഡെയിലി ഒരു ആക്ഷൻ ആണ്. ലൈറ്റ് സമയത്ത് ഓഫ് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്, അല്ലെങ്കിൽ പകല് ലൈറ്റ് ഇടാണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണ്, അല്ലെങ്കിൽ മൊബൈൽ ഫുൾ എന്താ പറയാ ഓവർനൈറ്റ് ചാർജ് ചെയ്ത് വെറുതെ എനർജി വേസ്റ്റ് ആകാത്ത ആക്ഷൻ ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ഇവൻച്വലി ഹാവ് എ ബിഗ് ഇമ്പാക്ട്. അപ്പൊ അങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ ജിഷ്ണ, താങ്ക്സ്. നല്ലൊരു ടോക്കായിരുന്നു. എല്ലാവർക്കും വൃത്തിക്ക് കേൾക്കാൻ പറ്റി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് മൂവ് ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ സ്പീക്ക് ചെയ്യാൻ അലോ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്ത് സ്പീക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഒരു ഓർഡർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. സോ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഹാൻഡ്സ് റേസ് ചെയ്യൂ. ക്വസ്റ്റ്യൻസ് ചെയ്യാന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ല ആൾക്കാർക്ക് മടിയായിട്ടാണോ? അതുപോലെ തന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് ഫോം ടെക്സ്റ്റ് ഇൻവോൾവ് മെസ്സേജസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇപ്പൊ തന്നെ ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. ആർക്കും ഒരു ക്വസ്റ്റ്യൻസും ഇല്ല, എല്ലാവർക്കും എല്ലാം ഒന്നുകിൽ വ്യക്തമായിട്ടുണ്ട്. ഓക്കെ.
Ma'am, Nadia. yes, Hannah Yeah. Bakr is my name. Hi, ma'am. Ma'am, നല്ലൊരു സെഷൻ. താങ്ക് യു ഫോർ സോ മച്ച് ഓഫ് ദ ഡീറ്റെയിൽസ്. എൻ്റെ ഡൗട്ട്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ വെരി വാലിഡ് വൺ, ബട്ട് അഗെയിൻ ഇപ്പം നമ്മൾ ഈ കാർബൺ എമിഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, നമുക്കത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, നമുക്കായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ മാം വളരെ വൃത്തിക്ക് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഒരു ചെറിയ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മള് വി കം അണ്ടർ ദ നോർമൽ പീപ്പിൾ, റൈറ്റ്? ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സെക്ടറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മളായിട്ട് സിംഗിൾ ഇൻഡിവിജ്വൽ പേഴ്സൺസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം കാർബൺ എമിഷൻസ് ഉണ്ടാക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഈ റിച്ച് അല്ലെങ്കിൽ എലീറ്റ് ആയിട്ടുള്ള പീപ്പിൾ ആണെങ്കിൽ അവരൊരു ചെറിയ ഡിസ്റ്റൻസിനാണെങ്കിലും പ്രൈവറ്റ് ജെറ്റും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ കുറച്ച് മുന്നായിട്ട് ഒരു ഇതിനനുബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റിൽ വായിക്കുകയുണ്ടായി. ടൈലർ സ്വിഫ്റ്റ് അവരുടെ കൺസേർട്ടിന് എന്തോ എത്താൻ വേണ്ടിയിട്ട് ഒരു 1 hour കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് എത്രയോ ചെറിയൊരു ഏരിയ അടക്കം പ്രൈവറ്റ് പ്ലെയിൻസിലൊക്കെ പോയത്. നമ്മൾ ഓൺ ദ അതർ ഹാൻഡ് ഇപ്പം പ്ലാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉപേക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ എലീറ്റ് ആയിട്ടുള്ള പീപ്പിളിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കാർബൺ എമിഷൻസ് നമ്മളെക്കാട്ടിലും കൂട്ടുന്നുണ്ടല്ലോ. അപ്പം ഗവൺമെന്റ് അവരെ ലൈക്ക് ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന കാർബൺ എമിഷൻസ് എന്നാണ് നോർമലി പോളിസീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പോളിസി എക്സ്പേർട്ട് അല്ല. പക്ഷെ എൻ്റെ ഒരു ജനറൽ പറയുകയാണെങ്കിൽ പറഞ്ഞിട്ടൊരു ഇല്ല ഗവൺമെന്റിന്. പക്ഷെ പകരം അതിനു വേണ്ടിയിട്ട് ലക്ഷറി സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത്രയും അധികം ടാക്സ് കൊണ്ടുവരാൻ വേണ്ടി അത്രയ്ക്കധികം കൂടുതലാണ്. അതും പല കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഓരോ ഗവൺമെന്റ്, ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പോളിസീസ് ഇപ്പൊ US ഗവൺമെന്റിന്. സോ ദാറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. ബട്ട് നമ്മൾ എല്ലാ രാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ യെസ്, ദർ ആർ സം കോമൺ പോളിസീസ് ടു പ്രിവെന്റ് ദ മാനിപ്പുലേഷൻ ഓഫ് ദിസ്. എന്നിരുന്നാൽ പോലും അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. എന്താ പറയാ, അതിലെ ലൂപ്പ് ഹോൾസ് മാക്സിമം ഇതാക്കി അവിടെ. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരിക്കലും മറ്റൊരാളുടെ വായ മൂടിക്കെട്ടാനോ അയാളുടെ ആക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനോ പറ്റില്ല. ദാറ്റ് ഈസ് വൈ വി സേ ബി അവെയർ. നമുക്ക് സ്വയം ഒരു അവയർനെസ് ഉണ്ടാവുക, കോൺഷ്യസ്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം. താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. പറ്റുന്നൊരവസ്ഥ വരുമായിരിക്കാം. കാരണം നമ്മളൊരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ആ ഒരു സസ്റ്റൈനബിൾ അല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ ഒരു എക്സ്ട്രാ ടാക്സ് വരുമ്പോൾ അവർ കൊടുക്കുന്ന ആ ഒരു എക്സ്ട്രാ പേയ്മെന്റ് ആ ഒരു കാർബൺ എമിഷൻ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി പൊതുവെ എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ ഞാൻ ആ ഒരു വെബ്സൈറ്റ് കാണിച്ചല്ലോ, ഇപ്പൊ നിങ്ങളുടെ ഒരു കാർബൺ എമിഷന് ഇപ്പൊ $0.1 ആണെങ്കിൽ ആ ഡോളർ ഒരു കാർബൺ പോസിറ്റീവ് പ്രൊജക്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ആ ഒരു ലക്ഷറി ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുന്നു എന്നുള്ളതും എത്രത്തോളം അതിന്റെ റിസൾട്ട് വരുന്നു എന്നുള്ളതും ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, റൈറ്റ്? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആൻഡ് ഡോക്ടർ ദിവ്യ ഓൾസോ ആഡഡ്, അതാ ഈ കാർബൺ ക്രെഡിറ്റ് മെക്കാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ആ ഒരു ഇങ്ങനത്തെ അഫോറസ്റ്റേഷൻ എഫേർട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മളിപ്പോ നമ്മളുടെ ഓരോരോ തരത്തിലും എന്തെല്ലാം തരത്തിൽ ആ ഒരു എഫേർട്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം, അത് ഇൻഡിവിജ്വൽ ആയിട്ടായാലും എന്തായാലും. അപ്പൊ അത് റിയോ സമ്മിറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണെന്നാണ് ഡോക്ടർ ദിവ്യ പറഞ്ഞിട്ടുള്ളത് ചാറ്റില്. ആൻഡ് അഗെയിൻ, ഐ എം നോട്ട് എ പോളിസി എക്സ്പേർട്ട്, ബട്ട് ഇറ്റ് ഈസ് ദർ ആസ് എ ജനറൽ
like a common man, I know there is. Yeah. So വേറെ ആരും ക്വസ്റ്റ്യൻ വരുന്നതിന് മുന്നേ ഐ ക്യാൻ ആഡ് മൈ 2 bits. എന്താ വെച്ചാൽ അവര് ചോദിച്ച ചോദ്യത്തിന്റെ ഐ മീൻ അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, മോർ ദാൻ എ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ട്രൂ, നമ്മൾ എല്ലാവർക്കും ഇത്ര ശതമാനം എഫേർട്ട്, ഇത്ര ശതമാനം അറ്റൻഷൻ, ഇത്ര ശതമാനം ടൈം ആണുള്ളത്. അപ്പൊ ലൈക്ക് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 minutes അല്ലെങ്കിൽ 3 minutes ലോങ്ങർ റൂട്ട് നമ്മൾ എടുക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഒരു 1 hour കുറഞ്ഞ സാധനം നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി സേ ടൈലർ സ്വിഫ്റ്റോ അതുപോലെയുള്ള ആൾക്കാർ ലോങ്ങർ സാധനം എടുക്കുമ്പോൾ അതൊരു വളരെ വാലിഡായ, വളരെ റിയൽ ആയ ഒരു ചോദ്യമാണ്. കാരണം ഇതിന്റെ ബേർഡൻ എപ്പോഴും ആരിലേക്കാണ് ഓഫ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യന്റെ ഉള്ളടക്കം. ലൈക്ക് ആരാണ് ബേർഡൻ എടുക്കുന്നത്, ആരാണ് ഈ ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ സ്ട്രോസ് ഉപയോഗിക്കരുതെന്നോ അല്ലെങ്കിൽ ബോട്ടിൽസ് ഉപയോഗിക്കരുതെന്നോ സാധാരണക്കാരായ ജനങ്ങളോട് പറയുമ്പോൾ കമ്പനികളിൽ അതും ആ എൻഫോഴ്സ്മെന്റും നടത്തുന്നത് ഇൻ സം സെൻസ് ഗവൺമെന്റ് ആണ്. ലൈക്ക് റെഗുലേഷൻസ് കൊണ്ടുവരുന്നതും നടത്തുന്നതും ഗവൺമെന്റ് ആവുമ്പോൾ വലിയ MNCസും ചെയിൻസും നടത്തുമ്പോൾ അതിൽ അവർ ലിമിറ്റഡ് കൺട്രോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കായ ആൾക്കാരോട് എന്താ പറയാ സജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ബട്ട് ആസ് ഇൻഡിവിജ്വൽസ് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈസ് ലൈക്ക് എന്താ പറയാ മിതത്വത്തിന് ടോട്ടലി ഡിഫറെന്റ് kind of area of addressal, but it's a personal choice again, as in how much effort, time and attention you put into what. Do you put more and more attention, your awareness about being sustainable and climate conscious in your individual actions, or do you put your time and attention in mobilizing politically? So it's like I think an ongoing debate. In a policy കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ലൈക്ക് ഈ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസിൽ ലൈക്ക് IPCC പോലത്തെ പ്ലാറ്റ്ഫോംസിൽ ഈ നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ പോലുള്ള എന്താ പറയാ തേർഡ് വേൾഡ് കൺട്രീസ് ഇപ്പോൾ ഹെവിലി മൊബിലൈസ് ചെയ്യാണ്. നമ്മൾ അഡാപ്റ്റ് ചെയ്യണം, അഡാപ്റ്റേഷൻസിന് നമുക്കും മിറ്റിഗേഷന് ഗ്ലോബൽ നോർത്തിനും കൊടുക്കണം എന്നുള്ള ഒരു ഇതിൽ വെച്ചാൽ ആരെത്രത്തോളം പീസ് ഓഫ് ദ കേക്ക്, പോസിബിൾ കേക്ക് അല്ലെങ്കിൽ പോസിബിൾ കാർബൺ യൂസ് ചെയ്തു, ഇനി ബാക്കിയുള്ളതിന്റെ ബേർഡൻ എല്ലാവർക്കും ഈക്വലി പോവരുത്. കാരണം പകുതി കൺട്രീസ് ഡെവലപ്ഡ് ആണ്, ദാറ്റ്സ് വൈ ദേ കോൾ ഡെവലപ്ഡ് കൺട്രീസ്. പക്ഷെ നമ്മളതല്ല, അപ്പൊ അതിന്റെ ബേർഡൻ നമ്മളെ മേലെ വരരുത്. സോ നമ്മൾ ഇൻഡസ്ട്രിയലൈസ്ഡ് അല്ല ടെക്നിക്കലി. അപ്പം എത്രത്തോളം കാർബൺ എങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളതിന്റെ കുറെ കാര്യങ്ങളുണ്ട്. ഇഫ് യു വാണ്ട് ടു ചെക്ക് ഇറ്റ് ഔട്ട്, I can also put in some links sometime. And ഒരു പോയിന്റും കൂടെ ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ. പിന്നെ ഇത് നമ്മുടെ ഒരു പെർസ്പെക്ടീവിനെയും കൂടെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡു വി വാണ്ട് ടു സീ ഇറ്റ് ആസ് എ ബർഡൻ ഓർ ഡു വി വാണ്ട് ടു സീ ഇറ്റ് ആസ് എ പ്രിവിലേജ്? അവിടെ ഇത് ഞാൻ ചെയ്തേ പറ്റൂ, ഇതാക്കാൻ വേണ്ടി ഇത് എന്റെ തലയിൽ വന്നു പോയി എന്ന് വിചാരിക്കുന്നതിനെക്കാട്ടും ഐ എം ഗെറ്റിംഗ് ദ പ്രിവിലേജ് ടു പ്രൊട്ടക്ട് മൈ പ്ലാനറ്റ് എന്നുള്ള തരത്തിൽ നമ്മൾ എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, that time we will feel like I want to do this. പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡെവലപ്ഡ് കൺട്രീസ്, ഇപ്പൊ UK പോലുള്ള കൺട്രീസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടൈമിൽ വളരെ എന്താ പറയുക എക്സ്ട്രീം ആയിട്ട് നാച്ചുറൽ റിസോഴ്സസ് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡെപ്ത് ഇന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി ഇന്ത്യ ആൻഡ് ചൈനയാണ് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്യുന്ന കൺട്രീസ് ആയതുകൊണ്ട് ഇന്ത്യ ആൻഡ് ചൈന ടുഗദർ ആണ് ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് കോൺട്രിബ്യൂഷൻ നോക്കിയാൽ ഗ്ലോബലി വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, യെസ് വി ആർ ഡെവലപ്പിംഗ്, വി നീഡ് ടു ഡെവലപ്പ്. പക്ഷെ നമുക്ക് ഇന്ന് ബെറ്റർ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അവർ യൂസ് ചെയ്ത അതേ മെത്തേഡിൽ എന്താ പറയാ ഒരു നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് റിന്യൂവബിൾ എനർജി സോഴ്സസ് യൂസ് ചെയ്യാത്ത തരത്തിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. വി നോ ബെറ്റർ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഒരു AI വന്നൊരു എക്സാമ്പിൾ ആണെങ്കിൽ ChatGPT ഓപ്പൺ ചെയ്യാൻ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളർ മുടക്കി ഉണ്ടാക്കിയൊരു സാധനമാണ്. ചൈന കാണിച്ചു കൊടുത്തു, ഇതിലും നല്ല മോഡല് വെറും $50 വെച്ചിട്ട്. അതിന് എക്സാമ്പിൾ ആണ് DeepSeek. യെസ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇഷ്യൂ. പക്ഷെ ആ ഒരു ഡിഫറൻസ് എത്ര മാസീവ് ഡിഫറൻസ് ആണ്. 1 ബില്യൺ എന്ന് പറയുമ്പോൾ 10 കോടിയായി അല്ലെ? അത്രയും ഡിഫറൻസിൽ വന്നിട്ട്, അതായത് ഞങ്ങൾക്കിത് നിങ്ങളെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇന്ന് ബെറ്റർ വേ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ഈവൻ എ ബെറ്റർ ആൾട്ടർനേറ്റീവ് അല്ലെ? സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി വാണ്ട് ടു ടേക്ക് ഇറ്റ്. അത് ശരിയാണ്. സോ ഐ തിങ്ക് 5:10 ആയി, നമ്മൾ 10 minutes ഓവർ ടൈം ആയി ഇപ്പോൾ. ബട്ട് ഐ തിങ്ക് വി സ്റ്റാർട്ടഡ് ഓൾസോ 10 minutes ലേറ്റ്. സോ നല്ല ടൈം സെഷൻ ആയിരുന്നു. അപ്പൊ ജിഷ്ണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്.
Yeah. ഞാൻ PDF പ്രസന്റേഷൻ ഷെയർ ചെയ്യാം. അത് Yeah. ഗൂഗിൾ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാൻ ഡയറക്റ്റ് ഷെയർ ചെയ്യാം. അപ്പൊ നന്ദി ജിഷ്ണ, ഇറ്റ് വാസ് നൈസ്. നമ്മൾ മുന്നേ കണ്ടിട്ടില്ല, ഏഞ്ചൽ വഴിയാണ്. ഏഞ്ചൽ ആയിരുന്നു ഐ മീൻ ഹോസ്റ്റ് ചെയ്യേണ്ടത്, പക്ഷെ ബൈ ചാൻസ് അവളൊരു എന്താണ് കമ്മ്യൂട്ടിലായി, അതുകൊണ്ടാണ്. വലിയ രീതിയിൽ എൻവയറമെന്റ് നന്നാക്കിക്കൊണ്ട് നടക്കാണ്. സോ വീണ്ടും വേറെ പരിപാടികളിൽ കാണാം. വിൽ കീപ് ഇൻ ടച്ച്. ആൻഡ് എല്ലാവരും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ജിഷ്ണനോട് ഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം, ടീ ബാർക്കിനോടും ചോദിക്കാവുന്നതാണ്. അപ്പോ then I think we'll conclude. എന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട് ആ PPT-യിൽ. അപ്പൊ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ let them email or connect in LinkedIn. I will try to answer. Yeah. Great. Thank you so much for this opportunity. എനിക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് എങ്കിലും ഒരു ഇൻപുട്ട് എങ്കിലും ഇതിൽ നിന്ന് ഉണ്ടാകുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് വലിയ പരിവർത്തനമൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ maybe one small step for all of you അല്ലെങ്കിൽ most of you എന്ന് എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ Bye.